ഹലോ ഹായ്. ഈ ഓണത്തിന് ഞങ്ങളൊരു ഗോവയിലേക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ട്രെയിനാണ് പോകുന്നത്. ഓണായതുകൊണ്ട് തന്നെ കൂടുതലും മലയാളീസാണ് ട്രെയിനിൽ. ഉച്ചയ്ക്ക് കയറിയ ഞങ്ങൾ രാത്രി ഗോവയിലെത്തി നേരെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. നേരെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ സിയ സിഗ്നേച്ചർ. രാവിലെ കുളി കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ഒരു അരമണിക്കൂറിനകത്ത് വണ്ടി വരും. ഇത് ഗോവയിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് വന്നതാണ്, റിഫാദ്. അപ്പോൾ ആളെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നേരെ സൗത്ത് ഗോവ ടൂറിനാണ് പോകുന്നത്. വണ്ടി എത്താറായിട്ടുണ്ട്. ഒരു പൂൾ വ്യൂ ഇവിടെ നോക്കുമ്പോൾ. We welcome you to Goa. So today is your first day in Goa. आज पहला दिन है गोवा में. तो अभी हम जाएगा ब्रेकफास्ट के लिए ली गोवा में. केरला ऑथेंटिक फूड, अच्छा फूड है. केरला रेस्टोरेंट में जाएगा ली गोवा में. पहला ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കേരള റെസ്റ്റോറൻറ്റിൽ ബൊഫേ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ മലയാളീസാണ് ഓണായിട്ട് ഇവിടെ. ഐറ്റംസുകളാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സൈറ്റ് സീയിങ് ഇറങ്ങിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആൾ നല്ല മലയാളം സോങ്ങൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലാണ്. ചർച്ച് ഇപ്പോൾ ടവറായിട്ട് മാറി. പഴയ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാം. ഒരു 438 വർഷത്തെ പഴക്കമുള്ള പള്ളിയായിരുന്നു. പൊളിഞ്ഞു പോയി. ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ സൗത്ത് ഗോവയിലെ ഓൾഡ് ഗോവ ചർച്ച് എന്ന് പറയുന്ന ബസിലിക്ക, 430 വർഷത്തോളം പഴക്കമുള്ള ഒരു ചർച്ചാണ്. ഗോവയിൽ വരുന്ന മിക്കവാറും ആളുകളും പോകുന്നൊരു സ്ഥലം കൂടെയാണ്. അവിടെ ഫോട്ടോസ്, ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഉള്ളിലെല്ലാം കറങ്ങിയതിന് ശേഷം പുറത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി അടുത്ത സ്ഥലത്തേക്ക് പിടിച്ചു. ഗോവയിലെ ഫേമസ് ബാലാജി ടെമ്പിൾ. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇന്ന് നല്ല വെയില. ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലു റിപ്പബ്ലിക് എന്ന് പറയുന്ന കേരള അവിടെയാണ്. ഇത് ഡോണാപോള ബീച്ചിലെ സ്റ്റാച്യു ആണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ തന്നെ നല്ലൊരു പണിയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ബീച്ച്, ഡോണാപോള ബീച്ച് കാണാം, ബ്രിഡ്ജ് കാണാം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് മീരാമർ ബീച്ചിലേക്കാണ്. ഗോവയിലെ ഫേമസ് ബീച്ചാണ്. ഇവിടെ കുറച്ച് തണലും കാര്യം മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനും കൂടെ ആയിട്ട് മീരാമർ ബീച്ചിലേക്ക് വന്ന് അവിടെ തണലത്തൊക്കെ ഇരുന്ന് അങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ये देखो राइट साइड में ये पूरा कलरिंग हाउसेज है. गोवा का फाउंटेनस एरिया. वाटर निकालने का, हाँ निकाल सकते हैं, प्रॉब्लम नहीं.
पहला हम लोग उधर जाएगा, एक ब्रिज है, वो ब्रिज पहला देखेगा, फिर बाद में इधर से वॉकिंग करके आगे किधर भी राइट जो ये मेन रोड है ना, वो उधर रोड के पास आप रुको, मैं आके पिक करेगा। इसका स्ट्रक्चर देखो, आर्किटेक्चर देखो कैसा है, ये पूरा पुराना एकदम पोर्चुगीज टाइप है। അങ്ങനെ പഞ്ചിമിലെ ബ്രിഡ്ജിൽ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അവിടുന്ന് തിരിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി എല്ലാവരും നൈറ്റ് ലൈഫിന് പുറത്തിറങ്ങിക്കുകയാണ്. ഇത് ടിറ്റോസ് ലൈൻ എന്ന് പറയപ്പെടുന്ന ഗോവയിലെ പബ്ബുകൾ പാർട്ടികളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ജസ്റ്റ് അതിലൂടെ ബാഗ ബീച്ചിലേക്കൊരു നൈറ്റ് വാക്ക്. രണ്ട് സൈഡിലും ഒരുപാട് ബാറുകളും പബ്ബുകളും ക്ലബ്ബുകളെല്ലാം കാണാം. ബീച്ചിലെത്തി കഴിഞ്ഞാൽ ബാഗ ബീച്ച് നൈറ്റ് വ്യൂ വളരെ അടിപൊളിയാണ്. മ്യൂസിക്, ലൈറ്റ്, നമുക്കവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ പബ്ബിലെ പാർട്ടിയോടുകൂടെ ഫസ്റ്റ് ഡേ ഗോവ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.